Students, today we were going to discuss about the histological techniques. Okay, so what do you mean by histological techniques? അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഡെഡ് സെൽസിനെ അതുപോലെ തന്നെ ടിഷ്യൂസിനെയൊക്കെ അല്ലെങ്കിൽ ഓർഗാനിസംസിനെ ആയാലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മൈക്രോസ്കോപ്പിക് ഒബ്സർവേഷൻ ചെയ്യാറുണ്ട്. ഞങ്ങൾ ലാബുകളിൽ എന്ത് കണ്ടിട്ടുണ്ടായിരിക്കും, സ്ലൈഡുകൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അതായത് പെർമനന്റ് സ്ലൈഡ് കണ്ടിട്ടുണ്ടായിരിക്കും. ഈ സ്ലൈഡൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ആ പ്രോസസ്സിനെ, അതായത് അങ്ങനത്തെ ഡെഡ് സെൽസ് ആയാലും ടിഷ്യൂസ് ആയാലും അങ്ങനത്തെ ഓർഗാനിസത്തിനൊക്കെ നമുക്ക് അങ്ങനെ ഒബ്സർവ് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ഒരുപാട് ടെക്നിക്സിലൂടെ കടന്നു പോയിട്ടാണ് അങ്ങനത്തെ സ്ലൈഡുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ ടെക്നിക്സിനെ നമ്മൾ എന്ത് പറയുന്നത്, ഹിസ്റ്റോകെമിക്കൽ ടെക്നിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഹിസ്റ്റോകെമിക്കൽ ടെക്നിക്സ് ഡിഫറെന്റ് ആണ് ഫോർ ലൈറ്റ് മൈക്രോസ്കോപ്പി ആൻഡ് ഓൾസോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി എക്സാമിനേഷൻസ്. അപ്പൊ എന്തൊക്കെയാണ് ടെക്നിക്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ the microscopic observations of dead cells, tissues and organisms require some preliminary preparations generally called histochemical techniques. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ്. And it's different for light microscope and electron microscopic examinations. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ലൈറ്റ് മൈക്രോസ്കോപ്പിക്ക് ആവശ്യമായിട്ടുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ്. ഇപ്പം നമ്മൾ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ എന്ത് വെച്ച് നോക്കുകയാണ്, ഒരു സെക്ഷൻ വെച്ച് നോക്കുകയാണ്, അത് പെർമനന്റ് സ്ലൈഡ് ഉണ്ടാക്കിയിട്ട് നോക്കുകയാണ്. അപ്പൊ ആ പെർമനന്റ് സ്ലൈഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ, ലൈറ്റ് മൈക്രോസ്കോപ്പിക്ക് വേണ്ടിയിട്ട് പെർമനന്റ് സ്ലൈഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്തതിനു ശേഷം എന്തൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്, എന്തൊക്കെ സ്റ്റെപ്സിലൂടെ കടന്നു പോകണമെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ പ്രിപ്പറേഷൻസ് ഫോർ ലൈറ്റ് മൈക്രോസ്കോപ്പി ഇറ്റ് ഇൻക്ലൂഡ്സ് ടെക്നിക്സ് സച്ച് ആസ് സെലക്ഷൻ ഓഫ് മെറ്റീരിയൽ, ഫിക്സേഷൻ, ഡീഹൈഡ്രേഷൻ, എംബഡിംഗ്, സെക്ഷനിങ്, സ്റ്റെയിനിങ് ആൻഡ് മൗണ്ടിങ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാനുള്ളത് സെലക്ഷൻ ഓഫ് മെറ്റീരിയൽ ആണ്. സെലക്ഷൻ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് ഒരു സ്പെസിഫിക് ആസ്പെക്ട് ഓഫ് എ സെൽ അല്ലെങ്കിൽ മോസ്റ്റ് സൂട്ടബിൾ ആയുള്ള ഒരു ടൈപ്പ് ഓഫ് സെല്ല് നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മളിപ്പോ ഒരു കാര്യം, ഒരു സെല്ലിന്റെ പ്രത്യേക കാര്യമാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് അതിന് ആവശ്യമായിട്ടുള്ള സെല്ലിനെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ബിഹേവിയർ ക്രോമസോം അല്ലെങ്കിൽ സ്ട്രക്ചറൽ ക്രോമസോം ആണ് പഠിക്കേണ്ടതെങ്കിൽ നമുക്ക് എന്ത് സെലക്ട് ചെയ്യാം, ഇൻസെക്ട്സിന്റെ സെക്സ് ഗ്ലാൻഡ് നോക്കാം, അല്ലെങ്കിൽ റൂട്ട്സിലെ മെരിസ്റ്റമാറ്റിക് സെൽസ് നോക്കാം, പോളൻ മദർ സെൽ സെലക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് എന്താണോ പഠിക്കേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ആദ്യം മെറ്റീരിയലിനെ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ പ്രോപ്പർ സെലക്ഷൻ ഓഫ് മെറ്റീരിയൽ ആണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പൊ നമ്മൾ ആദ്യം മെറ്റീരിയൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഫിക്സേഷൻ. ഓക്കെ, ഫിക്സേഷൻ മീൻസ് it is a sudden killing of the cells and the selective preservation of their form, shape, structure and chemical makeup. നമ്മൾ സെൽസിനെ കിൽ ചെയ്യാണ്. കിൽ ചെയ്തതിന് ശേഷം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ഫോം ആയാലും ഷേപ്പ് ആയാലും സ്ട്രക്ചർ ആയാലും ഈവൻ കെമിക്കൽ മേക്കപ്പ് ആയാലും അത് നമ്മൾ പ്രിസർവ് ചെയ്തുകൊണ്ട് അതിനെ കിൽ ചെയ്യുക. അതിനാണ് നമ്മൾ ഫിക്സേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പർപ്പസ് ഓഫ് ഫിക്സേഷൻ? ഫിക്സേഷന്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ സെൽ കണ്ടന്റ്സും സെൽ സ്ട്രക്ചറും നമുക്ക് പ്രിസർവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പർപ്പസ് ആണ്. അതുപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ത് ചെയ്യണം, മോഡിഫൈ ചെയ്യണം. കാരണം നമുക്ക് ബെറ്റർ മൈക്രോസ്കോപ്പിക് റെസൊല്യൂഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മോഡിഫൈ ചെയ്യണം. പിന്നെ മെറ്റീരിയൽസിനെ ഹാർഡ് ആക്കണം ആൻഡ് റെസിസ്റ്റന്റ് ടു വിത്ത്സ്റ്റാൻഡ് സബ്സിക്വന്റ് ട്രീറ്റ്മെന്റ്. ഒരുപാട് ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോകേണ്ട മെറ്റീരിയൽസ് ആണ്, അതുകൊണ്ട് തന്നെ അതിനെ ഹാർഡ് ആക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ ബെറ്റർ സ്റ്റെയിനിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ലാസ്റ്റ് നമുക്ക് സ്റ്റെയിൻ ചെയ്യാനുണ്ട്, അപ്പൊ അതിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യാം. അത്രയാണ് ഫിക്സേഷന്റെ പർപ്പസ്. ഇനി എങ്ങനെയൊക്കെയാണ് ഫിക്സേഷൻ സിഗ്നിഫിക്കന്റ് ആവുന്നത് നോക്കാം. ഇറ്റ് കിൽസ് ടിഷ്യൂസ് ബൈ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻസ്. അത് പ്രോട്ടീൻസിനെ ഡീനാച്ചുർ ചെയ്തിട്ടാണ് ടിഷ്യൂസിനെ കിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ടിഷ്യൂസിനെ ഹാർഡൻ ചെയ്യുന്നുണ്ട് ആൻഡ് അവർക്ക് കൺസിസ്റ്റൻസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ സെൽ കമ്പോണൻസിന്റെ വിസിബിലിറ്റി കൂട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ടൊരു സ്ട്രക്ചർ കാണാൻ പറ്റുന്നുണ്ട്. പോസ്റ്റ് മോർട്ടം ചേഞ്ചസ്, കിൽ ചെയ്തതിന് ശേഷമുള്ള ചേഞ്ചസ് ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നു. പ്ലാസ്മ മെംബ്രെയിൻ എന്ത് ചെയ്യുന്നു, ഇൻസെൻസിറ്റീവ് ആക്കുന്നു ടു ചേഞ്ചസ് ഇൻ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഓഫ് ദ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. പിന്നെ സെൽ കണ്ടന്റ്സിനെ ഇൻസോലുബിൾ ആക്കുന്നുണ്ട്. പിന്നെ ഷ്രിങ്കേജും ഡിസ്റ്റോർഷനും, സെൽസിന്റെ ഷ്രിങ്കേജും ഡിസ്റ്റോർഷനും ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത്രയാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. നമുക്ക് ഫിക്സേഷൻ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് കെമിക്കൽ ഫിക്സേഷൻ ആൻഡ് ഫ്രീസ് ഫിക്സേഷൻ ആണ്. അല്ലെങ്കിൽ സഡൻ ഫ്രീസിംഗ് വെച്ചിട്ട് നമുക്ക് ഫിക്സ് ചെയ്യുന്നതിനാണ് ഫ്രീസ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. കെമിക്കൽ ഏജൻസ് യൂസ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യുന്നതിനെ കെമിക്കൽ ഫിക്സേഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് യു മീൻ ബൈ കെമിക്കൽ ഫിക്സേഷൻ നോക്കാം. കെമിക്കൽ ഫിക്സേഷൻ എന്ന് പറയുമ്പോൾ കെമിക്കൽ സൊല്യൂഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ടിഷ്യൂസിനൊക്കെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് കെമിക്കൽ ഫിക്സേഷൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് കെമിക്കൽ ഫിക്സേറ്റീവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫിക്സേറ്റീവ്സ് നമുക്ക് സിംഗിൾ ആയിട്ടോ അല്ലെങ്കിൽ കോമ്പിനേഷൻ ആയിട്ടോ യൂസ് ചെയ്യാം. അങ്ങനെ സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യുന്നതിനെ നമ്മൾ യൂസ് ചെയ്യുന്ന ചില ഫിക്സേറ്റീവ്സ് ആണ് ഫോർമാൽഡിഹൈഡ്, അസറ്റിക് ആസിഡ്, ഈഥൈൽ ആൽക്കഹോൾ, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ഓസ്മിയം ടെട്രോക്സൈഡ് ഒക്കെ. കോമ്പിനേഷൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ബോയിൻ സൊല്യൂഷൻ, കാർനോയ് സൊല്യൂഷൻ, അതുപോലെ തന്നെ
ഹെല്ലീസ് ഫ്ലൂയിഡ്, സെങ്കീസ് ഫ്ലൂയിഡ്, ഓക്കെ, ഫോർമാലിൻ, അസറ്റിക് ആസിഡ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, കോമ്പിനേഷൻസ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്ന ചില ഫിക്സേറ്റീവ്സ് ആണ് ഓസ്മിയം ടെട്രോക്സൈഡ്, അതുപോലെ തന്നെ പൊട്ടാസ്യം ട്രൈക്രോമേറ്റ്, ഗ്ലൂട്ടറാൾഡിഹൈഡ് ഒക്കെ. ഇനി നമ്മൾ കോമ്പിനേഷൻസിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒരു സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നു, സൈറ്റോപ്ലാസത്തിനെ ഷ്രിങ്ക് ചെയ്യുന്നതാണെങ്കിൽ അത് മിക്സ് ചെയ്യേണ്ടത് വേറൊരു സബ്സ്റ്റൻസ്, അതെന്താണ്, സൈറ്റോപ്ലാസത്തിനെ സ്വെല്ല് ചെയ്യേണ്ട സബ്സ്റ്റൻസിന്റെ ആയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ ഐഡന്റിക്കൽ ഡിസഡ്വാൻറ്റേജ് ഉള്ള രണ്ട് ഫിക്സേറ്റീവ്സ് മിക്സ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്യേണ്ടത്, ഫിക്സേറ്റീവ്സിനെ കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത്. ഇനി there are 2 types of fixatives കാണുന്നുണ്ട്. They are coagulant and non-coagulant fixatives. എന്തൊക്കെയാന്ന് നോക്കാം. Coagulants react with the protein content in the cell and form a coagulum. So coagulants വർക്ക് ചെയ്യുന്നത് സെല്ലിന്റെ പ്രോട്ടീൻ കണ്ടന്റിനെ കൊയാഗുലേറ്റ് ചെയ്യുന്നു, അത് കൊയാഗുലം ഫോം ചെയ്യുന്നു. അങ്ങനെയാണ് കൊയാഗുലൻസിന്റെ ഫംഗ്ഷനിങ്. നോൺ കൊയാഗുലൻസ് എന്ന് പറഞ്ഞാൽ they do not form coagula. Okay. So chemical fixation, the material is immersed in the fixative and this leads to the sudden death of cells. നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിക്സേറ്റീവിനുള്ളിൽ ഈ മെറ്റീരിയലിനെ ഡിപ്പ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഇമ്മേഴ്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ ചെയ്യുന്നത്, ആ സെൽസിന്റെ ഡെത്ത് സംഭവിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഔട്ടർ സെൽസിനെക്കാണ് കൂടുതലായിട്ട് പെട്ടെന്ന് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നത് ദാൻ ഇന്നർ വൺസ്. ആദ്യം നമുക്ക് ഇന്നർ വൺസ് ഉള്ളിലല്ലേ, അപ്പൊ കൂടുതലായിട്ട് ഔട്ടർ സെൽസിനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് കെമിക്കൽ ഫിക്സേഷൻ ആണ് പറഞ്ഞത്. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ ഫ്രീസ് ഫിക്സേഷൻ എന്താണെന്ന് നോക്കാം. അപ്പൊ 2 types of ഫിക്സേഷൻ ഉണ്ട് പറഞ്ഞു. കെമിക്കൽ ഫിക്സേഷൻ ഉണ്ട്, ഫ്രീസ് ഫിക്സേഷൻ ഉണ്ട്. കെമിക്കൽ നമ്മൾ നോക്കി, ഇനി നോക്കാൻ പോകുന്നത് ഫ്രീസ് ഫിക്സേഷൻ ആണ്. സോ ഹിയർ ദ മെറ്റീരിയൽ ഈസ് സബ്ജക്റ്റഡ് ടു സഡൻ ഡീപ് ഫ്രീസിംഗ് യൂസിങ് ലിക്വിഡ് നൈട്രജൻ. ലിക്വിഡ് നൈട്രജൻ യൂസ് ചെയ്തിട്ട് ഡീപ് ഫ്രീസിംഗിനെ നമ്മൾ എന്താണ് ആ മെറ്റീരിയലിന് സബ്ജക്ട് ചെയ്യുക, അതായത് ഡീപ് ഫ്രീസിംഗ് ചെയ്യുക ബൈ യൂസിങ് ലിക്വിഡ് നൈട്രജൻ. അത് 2 ടൈപ്പിലുണ്ട്. ദേ ആർ ഫ്രീസ് ഡ്രൈയിങ് ആൻഡ് ഫ്രീസ് സബ്സ്റ്റിറ്റ്യൂഷൻ. സോറി, 2 ടൈപ്സ് അല്ല, അത് 4 ടൈപ്സ് ഉണ്ട്. ഫ്രീസ് ഡ്രൈയിങ്, ഫ്രീസ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഫ്രീസ് ഫ്രാക്ചറിങ്, അതുപോലെ തന്നെ ഫ്രീസ് എച്ചിങ്. സോ ഫസ്റ്റ് വൺ ഫ്രീസ് ഡ്രൈയിങ് എന്താണെന്ന് നോക്കാം. മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഫ്രോസൺ ബൈ ഇമ്മേഴ്സിംഗ് ഇറ്റ് ഇൻ ഐസോപെന്റീൻ അല്ലെങ്കിൽ ഐസോപ്രോപ്പൈൻ. ആദ്യം നമ്മൾ അതിനെ ഇമ്മേഴ്സ് ചെയ്യുക, ഐസോപെന്റീനിലോ ഐസോപ്രോപ്പൈനിലോ ഇമ്മേഴ്സ് ചെയ്തിട്ട് ഫ്രോസൺ ചെയ്യുക. പിന്നെ നമുക്ക് അതിനെ കൂൾ ചെയ്യാം, ഒരു വെരി ലോ ടെമ്പറേച്ചറിൽ കൂൾ ചെയ്യാം യൂസിങ് ലിക്വിഡ് നൈട്രജൻ അല്ലെങ്കിൽ ഹീലിയം. ആ സ്റ്റെപ്പിനെ നമുക്ക് ക്വെഞ്ചിങ് എന്ന് വിളിക്കുന്നു. അതാണ് ഫ്രീസ് ഡ്രൈ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആദ്യം നമ്മൾ പെട്ടെന്ന് സഡൻ ആയിട്ട് ഫ്രീസ് ചെയ്യുന്നു ഐസോപെന്റീൻ അല്ലെങ്കിൽ ഐസോപ്രോപ്പൈൻ യൂസ് ചെയ്തിട്ട്, പിന്നീട് അതിനെ ലോ ടെമ്പറേച്ചറിലേക്ക് ലിക്വിഡ് നൈട്രജൻ അല്ലെങ്കിൽ ഹീലിയം യൂസ് ചെയ്തിട്ട് കൂൾ ചെയ്യുന്നു. എന്ന് നമുക്ക് ക്വെഞ്ചിങ് എന്ന് വിളിക്കാം. പിന്നെ ഫ്രീസ് സബ്സ്റ്റിറ്റ്യൂഷൻ, രണ്ടാമത്തെയാണ് ഫ്രീസ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ മെറ്റീരിയൽ ഈസ് ഫസ്റ്റ് സബ്ജക്റ്റഡ് ടു ഡീപ് ആൻഡ് റാപ്പിഡ് ഫ്രീസിംഗ് ആസ് ഇൻ ഫ്രീസ് ഡ്രൈയിങ്. ഫ്രീസ് ഡ്രൈയിങ് പോലെ തന്നെ റാപ്പിഡ് ആയിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അതിനെ ഡീപ് ഫ്രീസിംഗ് ചെയ്യുന്നു. പിന്നെ ഇറ്റ് ഈസ് ദെൻ കെപ്റ്റ് ഫ്രോസൺ അറ്റ് എ ടെമ്പറേച്ചർ ബിറ്റ്വീൻ -20°C ആൻഡ് -40°C. അതായത് പിന്നീട് അതിനെന്ത് ചെയ്യുന്നു, അതിനെ ഫ്രോസൺ കീപ് ചെയ്യുന്നു. ഒരു -20 അല്ലെങ്കിൽ അതിന്റെ -40 ഉള്ളിൽ കീപ് ചെയ്യും. അത് അവിടെ യൂസ് ചെയ്യുന്നത് എത്തനോൾ, മീഥേൻ, അസറ്റോൺ അല്ലെങ്കിൽ ഡിസോൾവ് ഇൻ ഐസ് ക്രിസ്റ്റൽസ്, അങ്ങനെയൊക്കെയാണ് അതിനെ ഫ്രോസൺ ആയിട്ട് കീപ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഫ്രീസ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഫ്രീസ് ഫ്രാക്ചറിംഗ് ആണ്. ദിസ് മെത്തേഡ് ഇൻവോൾവ്സ് freezing and fracturing of a block of fixed or living tissue. Freezing and fracturing, freeze ചെയ്യുക പിന്നീട് അതിനെ ഫ്രാക്ചർ ചെയ്യുക. ആൻഡ് ടിഷ്യൂസ് ആർ റാപ്പിഡ്ലി ഫ്രോസൺ ബൈ ഇമേഴ്സിംഗ് ഇൻ ലിക്വിഡ് നൈട്രജൻ. ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടിഷ്യൂസിനെ ലിക്വിഡ് നൈട്രജനിൽ ഇമേഴ്സ് ചെയ്തിട്ട് അതിനെ ഫ്രോസൺ ചെയ്യും. അതിനുശേഷം ആ ഫ്രോസൺ ബ്ലോക്ക് ഓഫ് ടിഷ്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ടു വാക്വം ചേംബർ ആൻഡ് പങ്ക്ചേർഡ്. അതിനൊരു വാക്വം ചേംബറിലേക്ക് നമ്മൾ മൂവ് ചെയ്യും. ആ വാക്വം ചേംബറിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം അവിടെ വെച്ചിട്ട് നമ്മൾ ഫ്രാക്ചർ ചെയ്യും അല്ലെങ്കിൽ പങ്ക്ചർ ചെയ്യും ബൈ യൂസിങ് എ ഫ്രോസൺ നൈഫ്. ഒരു ഫ്രോസൺ നൈഫ് ഉപയോഗിച്ചിട്ട് അതിനെന്ത് ചെയ്യുന്നു, ഫ്രോസൺ ബ്ലോക്ക് ഓഫ് ടിഷ്യൂവിനെ നമ്മൾ പങ്ക്ചർ ചെയ്യുന്നു. ഫൈനലി അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വാട്ടർ സബ്ലിമേഷന്റെ സബ്ജക്ട് ചെയ്യുന്നു ഇൻ വാക്വം. So, and during this, fractured substance is shadowed by evaporating heavy metal from one side. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഫ്രാക്ചർ സർഫസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷാഡോ ചെയ്യുക. ഹെവി മെറ്റൽ യൂസ് ചെയ്തിട്ട് ഷാഡോ ചെയ്യുക. അപ്പൊ അതിന്റെ സർഫസിന്റെ മുകളിൽ എന്ത് ചെയ്യും, ആ ടിഷ്യൂവിന്റെ മുകളിൽ എന്തുണ്ടാവും, ഒരു ഷാഡോഡ് സർഫസ് ഉണ്ടാവും.
ആ സർഫസിനെ നമുക്ക് കോട്ട് ചെയ്യാം വിത്ത് എ തിക്ക് ലെയർ ഓഫ് കാർബൺ ഇവാപറേറ്റഡ് ഫ്രം എബവ്. ദിസ് കാർബൺ ലെയർ ഫോംസ് എ സപ്പോർട്ടിംഗ് ബാക്കിംഗ്. അപ്പൊ ഇവാപറൈസ് ചെയ്തിട്ടുള്ള ആ കാർബൺ ലെയർ എന്ത് ചെയ്യുന്നു, സപ്പോർട്ടിംഗ് ബാക്കിംഗ് ഫോം ചെയ്യും. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, ടിഷ്യൂ ബ്ലോക്ക് ഇസ് ദെൻ റിമൂവ് ഫ്രം വാക്വം ആൻഡ് ട്രീറ്റഡ് വിത്ത് ആൻ ആസിഡ് ടു ഡിസോൾവ് ദ ടിഷ്യൂ. ആ ടിഷ്യൂനെ ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനെ വാക്വത്തിൽ നിന്ന് എടുത്തിട്ട് ആസിഡോട് ട്രീറ്റ് ചെയ്യാം. ദിസ് ലീവ്സ് എ 3-dimensional replica of the fractured surface. അപ്പോൾ ഫ്രാക്ചർ സർഫസിന്റെ ഒരു 3-dimensional replica നമുക്ക് കിട്ടും. ആൻഡ് ഇറ്റ് ഈസ് ദെൻ വ്യൂഡ് അണ്ടർ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. പിന്നീട് നമുക്ക് അതിനെ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ വ്യൂ ചെയ്യാം. അത്രയാണ് ഫ്രീസ് ഫ്രാക്ചറിംഗ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഫ്രീസ് എച്ചിങ്. ഫ്രീസ് എച്ചിങ് എന്ന് പറഞ്ഞാൽ ആദ്യം മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 20% ഗ്ലിസറോൾ വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. പിന്നീട് അതിനെ -100°C ഫ്രോസൺ ചെയ്യുന്നു. പിന്നീട് അതിനെ മൗണ്ട് ചെയ്യുന്നു ഓൺ എ ചിൽഡ് ഹോൾഡർ ആൻഡ് splintered with a knife, and this gives its cross sections. അപ്പൊ നമുക്ക് അതിന്റെ എന്ത് കിട്ടും, ക്രോസ് സെക്ഷൻസ് കിട്ടും. ആ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നീട് ഫ്രീസ് ഡ്രൈ ചെയ്യുക ആൻഡ് കവേർഡ് വിത്ത് പ്ലാറ്റിനം ആൻഡ് കാർബൺ കോട്ടിംഗ് ഇൻ ദ ഹൈ വാക്വം ഓഫ് എ ഫ്രീസിംഗ് അൾട്രാ മൈക്രോസ്കോപ്പ്. അങ്ങനെ ഫ്രീസ് ഡ്രൈ ചെയ്ത മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യും, വാട്ടറിൽ പ്ലേസ് ചെയ്യാം. അപ്പൊ അങ്ങനെ വാട്ടറിൽ ഇടുന്ന സമയത്ത് അതിന്റെ റെപ്ലിക്ക ആ വാട്ടറിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കും. ആൻഡ് അതിനെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് വാഷ് ചെയ്യാം. ഒരു ബേസിക് സൊല്യൂഷൻ വെച്ചിട്ട് അതിനെ വാഷ് ചെയ്തിട്ട് ആ സെല്ലുലാർ മെറ്റീരിയൽ നമുക്ക് റിമൂവ് ചെയ്യാം. ആ ഐസൊലേറ്റ് ചെയ്ത് കിട്ടുന്ന റിപ്ലിക്കെ നമുക്ക് എന്ത് ചെയ്യാം, മൗണ്ട് ചെയ്യാം ഒരു ഗ്രിഡില് ആൻഡ് ഡ്രൈഡ് ഫോർ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. നമുക്ക് പിന്നീട് അതിനെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക്ക് വേണ്ടിയിട്ട് ഡ്രൈ ചെയ്യാം. ഓക്കെ, ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ഫ്രീസ് എച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സം കെമിക്കൽ ഫിക്സേറ്റീവ്സ് ഉണ്ട്. ബഫേർഡ് ഫോർമലിൻ, അതുപോലെ തന്നെ എത്തനോൾ, ബൗളിൻ സൊല്യൂഷൻ ആൻഡ് കർണോയ്സ് ഫ്ലൂയിഡ്. ഇതൊക്കെയാണ് ബഫേർഡ് ഫോർമലിനാണ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫിക്സേറ്റീവ്സ് ആണ്. അതുപോലെ തന്നെ എത്തനോൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ ഡീനാച്ചുറിംഗ് കൊയാഗുലന്റ് ഫിക്സേറ്റീവ് ആണ്. അത് ഗ്ലൈക്കോജനെ എന്ത് ചെയ്യുന്നുണ്ട്, കൊയാഗുലേറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ന്യൂക്ലിക് ആസിഡ് വിത്തൗട്ട് ഫിക്സിംഗ് ദം. അതുപോലെ തന്നെ ബൗലിൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കോമൺലി യൂസ്ഡ് ഫോർ ദ ഫിക്സേഷൻ ഓഫ് മോസ്റ്റ് മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സ് ആൻഡ് മാമാലിയൻ ടിഷ്യൂസ്. പിന്നെ കർണോയ്സ് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ആൽക്കഹോൾ ബേസ്ഡ് ഫിക്സേറ്റീവ് ആണ്. അത് ക്രോമസോംസിനും ന്യൂക്ലിക് ആസിഡിനും ഒക്കെ ഫിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഈ കർണോയ്സ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് കുറെ സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആദ്യം തന്നെ. നമ്മൾ പറഞ്ഞ സ്റ്റെപ്പുകളാണ് സെലക്ഷൻ ഓഫ് മെറ്റീരിയൽ, ഫിക്സേഷൻ, ഡീഹൈഡ്രേഷൻ, എംബഡിങ്, സെക്ഷനിങ്, സ്റ്റെയിനിങ് ആൻഡ് മൗണ്ടിങ്. അപ്പൊ നമ്മൾ പറഞ്ഞ സെലക്ഷൻ ഓഫ് മെറ്റീരിയൽ പറഞ്ഞു, ഫിക്സേഷൻ ആണ് പറഞ്ഞത്, അതിൽ ഫിക്സേറ്റീവ്സ് പറഞ്ഞു. പിന്നെ വരുന്ന സ്റ്റെപ്പാണ് ഡീഹൈഡ്രേഷൻ, എംബഡിങ്. ഡീഹൈഡ്രേഷൻ എന്താന്ന് നോക്കാം. സോ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ റിമൂവൽ ഓഫ് വാട്ടർ കണ്ടൻസ് ഫ്രം ദ സെൽ ഓഫ് ദ ഫിക്സഡ് മെറ്റീരിയൽസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം കെമിക്കൽ റിയേജൻസ്. അപ്പൊ നമ്മൾ ഫിക്സ് ചെയ്ത മെറ്റീരിയലിനെ, ആ ഫിക്സഡ് മെറ്റീരിയൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ മുകളിൽ വാട്ടർ കണ്ടൻസ് റിമൂവ് ചെയ്യണം. ചില കെമിക്കൽ റിയേജൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വാട്ടർ കണ്ടന്റ് റിമൂവ് ചെയ്യുന്നത്. ലൈറ്റ് മൈക്രോസ്കോപ്പിയിലാണെങ്കിൽ ഡീഹൈഡ്രേഷൻ ഇസ് എഫക്റ്റഡ് ബൈ ഫസ്റ്റ് ബൈ റിപ്പീറ്റഡ് ട്രീറ്റ്മെന്റ് ഓഫ് ദ മെറ്റീരിയൽ വിത്ത് പ്രോഗ്രസീവ്ലി ഇൻക്രീസിംഗ് കോൺസെൻട്രേഷൻ ഓഫ് എത്തനോൾ ആൻഡ് ലാസ്റ്റ്ലി വിത്ത് ബെൻസീൻ. സോ നമ്മൾ ലൈറ്റ് മൈക്രോസ്കോപ്പിക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം എങ്ങനെ ഡീഹൈഡ്രേഷൻ ചെയ്യാന്ന് വെച്ചാൽ, ആ മെറ്റീരിയലിനെ നമ്മൾ എന്ത് ചെയ്യും, പ്രോഗ്രസീവ്ലി എത്തനോളിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ കോൺസെൻട്രേഷൻ കൂടിയ കോൺസെൻട്രേഷൻ കൂട്ടി കൂട്ടി പോകും. അങ്ങനെ മെറ്റീരിയലിനെ അതിലെല്ലാത്തിലും ഡിപ്പ് ചെയ്ത് അവസാനം ബെൻസീൻ വെച്ച് ട്രീറ്റ് ചെയ്യും. അങ്ങനെയാണ് അതിന് വാട്ടർ കണ്ടന്റ് റിമൂവ് ചെയ്യുക. പക്ഷെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിലാണെങ്കിൽ ഇറ്റ് ഈസ് ബ്രോട്ട് അബൌട്ട് ഫസ്റ്റ് ബൈ എത്തനോൾ ഓർ അസറ്റോൺ ആൻഡ് ദെൻ ബൈ പ്രൊപ്പിലിൻ ഓക്സൈഡ്. ഓക്കെ, ആണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് വാട്ടർ കണ്ടന്റ്സ്. പിന്നെ പറയുന്നത് എംബഡിങ്. അടുത്ത സ്റ്റെപ്പ് എംബഡിങ് ആണ്. എംബഡിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് fixed and dehydrated material is made rigid by coating it with a hard material. അപ്പൊ നമ്മൾ ഫിക്സ് ചെയ്തു, ഡീഹൈഡ്രേറ്റ് ചെയ്തു, നമുക്ക് എന്താ വേണ്ടത്, അതിനെ റിജിഡ് ആക്കി മാറ്റണം. ഒരു ഹാർഡ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ആ മെറ്റീരിയലിനെ എന്ത് ചെയ്യണം, റിജിഡ് ആക്കണം. ഇറ്റ് ഈസ് നെസസറി ഓൺലി വെൻ സെക്ഷൻസ് ഓഫ് ദ മെറ്റീരിയൽ ആർ ടു ബി ടേക്കൺ. അപ്പൊ നമുക്ക് ഈ മെറ്റീരിയലിന്റെ സെക്ഷൻസ് എടുക്കുന്നത് മാത്രമാണ് ഇത് ആവശ്യമുള്ളൂ. ഫോർ ലൈറ്റ് മൈക്രോസ്കോപ്പിക് ആണെങ്കിൽ എംബഡിങ് ചെയ്യുന്നത് പാരഫിൻ വെച്ചിട്ടാണ്. പാരഫിൻ ബ്ലോക്സ് ഉണ്ടാക്കും നമ്മൾ. ഓർ സെല്ലോയിഡിൻ അല്ലെങ്കിൽ ഐസ് യൂസ് ചെയ്യാറുണ്ട്. ഫോർ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് ആണെങ്കിൽ എക്സ്ട്രീംലി തിൻ സെക്ഷൻസ് ആണ് ആവശ്യം. സോ വെരി തിൻ ആൻഡ് ഹാർഡ് എംബഡിങ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക്സ്, അരാൽഡൈറ്റ്, എപ്പോക്സി റെസിൻസ് ഒക്കെ നമ്മൾ കോമൺലി യൂസ് ചെയ്യാറുണ്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അത്രയാണ് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് സെക്ഷനിങ്, സ്ട്രെയിനിങ് ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. സെക്ഷനിങ് കുറച്ച് കൂടുതൽ പറയാനുണ്ട്. അപ്പൊ നമുക്കത് അടുത്ത ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.